വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹൗ ഇസ് മൈ ലൈഫ് ആഫ്റ്റർ തീസിസ് എന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇന്നിപ്പം എന്നാ ദിവസം എന്ന് വെച്ചാൽ ഇന്ന് 13th October ആണ്. ഓൾസോ ഇന്ന് എനിക്ക് ബയോമെട്രിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സ്വീഡിഷ് മൈഗ്രേഷൻ ഓഫീസിൽ പോകാനുണ്ട്. അപ്പം ഞാൻ അതൊക്കെ കാണിച്ചു തരാം. ആൻഡ് എങ്ങനെയാണ് ഇപ്പം തീസിസ് കഴിഞ്ഞിട്ടിപ്പോൾ കംപ്ലീറ്റ്ലി കഴിഞ്ഞിട്ട് ഒരു കുറച്ച് ദിവസമായിട്ടുള്ള ഒരു 5 days നമ്മളെ ലാഡോക്ക് എന്ന് പറയും, നാട്ടിലെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടുന്നത് പോലെ നമ്മുടെ പ്രോഗ്രസ് റിപ്പോർട്ടില്ലേ, അങ്ങനെ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് കൈൻഡ് ഓഫ് സാധനത്തിൽ ഇതെല്ലാം അപ്ലോഡായി ഫൈനലി നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടാറുള്ള ഡിജിറ്റൽ വേർഷൻ അത് കിട്ടിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പം അതെങ്ങനെയാണ് എല്ലാ പരിപാടികളും ആൻഡ് ഞാനിപ്പോൾ ജോബ് സീക്കിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഐ ഹാവ് ടു റഷ്, കാരണം ഒരു മണിക്കൂറിൽ എനിക്ക് ഇറങ്ങണം. നേരത്തെയാണ് എനിക്ക് ഇന്ന് ബയോമെട്രിക്സ് അപ്പോയിൻമെൻറ്റ് ഉള്ളത്. അപ്പം ഇവിടുന്ന് ഒരു 1 hour ഉണ്ട് ട്രാവൽ ചെയ്യാൻ. അപ്പം എന്താണെങ്കിലും ഞാൻ വേഗം പോയിട്ട് പല്ലേക്കട്ടെ. ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ തീസിസ് സ്റ്റാർട്ട് ചെയ്യാം. 1 year തീസിസും ഉണ്ട്, 6 months ചെയ്യേണ്ട തീസിസും ഉണ്ട്. എൻ്റെ കേസിൽ എനിക്ക് 6 months തീസിസ് ആയിരുന്നു. 2025 ജനുവരിയിലാണ് നമ്മൾ തീസിസ് സ്റ്റാർട്ട് ചെയ്തത്. ജൂണിൽ റാപ്പ് ചെയ്യണമായിരുന്നു. പക്ഷേ ഞങ്ങൾ ചില കാരണങ്ങളാൽ നമ്മൾ തീസിസ് എക്സ്റ്റെൻഡ് ആയി. അത് ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം. നിങ്ങൾ തീസിസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും തിങ്ക് ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുള്ളതൊക്കെ. എന്താണെങ്കിലും എൻ്റെത് എക്സ്റ്റെൻഡ് ആവാനുള്ള റീസൺ എൻ്റെ കൂടെ ഞങ്ങൾ 2 പേരായിട്ടാണ് തീസിസ് ചെയ്തത്. നമുക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. തീസിസ് ചെയ്തപ്പോൾ എൻ്റെ കൂടെയുള്ള പാർട്ട്ണർക്ക് ഒരു ഫാമിലി മെഡിക്കൽ എമർജൻസി വന്നതുകൊണ്ട് ഇടയിൽ നമുക്കൊന്ന് പോസ് ചെയ്യേണ്ടി വന്നു. അങ്ങനെയാണ് നമ്മൾ തീസിസ് എക്സ്റ്റെൻഡ് ആയത്. തീസിസ് എക്സ്റ്റെൻഡ് ആകുമ്പോൾ നമ്മൾ സ്റ്റുഡൻറ്റ് വിസ, നമുക്ക് ജൂൺ വരെയാണ് സ്റ്റുഡൻറ്റ് വിസ ഉണ്ടായിരുന്നത്. 2025 ജൂൺ ഒരു 20th വരെ എന്തോ ആണ് സ്റ്റുഡൻറ്റ് വിസ ഉണ്ടായിരുന്നത്. ആ സ്റ്റുഡൻറ്റ് വിസ എക്സ്പയർ ആവുകയാണെങ്കിൽ അതിന് ശേഷം നമുക്ക് തീസിസ് ചെയ്യണമെങ്കിൽ നമ്മൾ ആ സ്റ്റുഡൻറ്റ് വിസ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ ആ സ്റ്റുഡൻറ്റ് വിസ ഒക്ടോബർ എൻഡ് വരെ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പം ആ എക്സ്റ്റൻഷൻ അപ്രൂവ് ആയിട്ട് എനിക്കിപ്പം November 14th വരെ വാലിഡ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻറ്റ് വിസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ വിസ തീരുന്നതിന് മുന്നേ ഞാൻ എൻ്റെ ജോബ് സീക്കിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യണം. അതും ഞാൻ ഓൾറെഡി ഇപ്പോൾ ലാസ്റ്റ് വീക്ക് നമ്മുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഒക്കെ ലാഡോക്കിൽ പബ്ലിഷ് ആയതിനു ശേഷം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബയോമെട്രിക്സിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് പോകുന്നത്. അപ്പം ഞാൻ പല്ലിക്കട്ടെ. പോണതിൻ്റെ മുന്നേ വേഗം ഒരു ചായ ഉണ്ടാക്കാം. പാൽച്ചായ, കുറേ ദിവസമായി പാൽച്ചായ കുടിച്ചിട്ട്. യെസ്, പാലവിടെ തിളക്കട്ടെ. അപ്പം നമ്മളെവിടെയാണ് പറഞ്ഞു നിർത്തിയത്? നമ്മൾ വിസയ്ക്ക് വെച്ചതിനെ പറ്റിയില്ലേ. വിസയ്ക്ക് വെക്കുമ്പോൾ വേറെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ചാൽ ജോബ് സീക്കിംഗ് വിസയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. അത് നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എനിക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ നമുക്ക് തരും. അല്ലെങ്കിൽ നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ആകുമ്പോഴത്തേക്ക് ഓൾറെഡി കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് വെക്കാം. പിന്നെ നമുക്ക് നമ്മളെ ഇവിടെ നിൽക്കാനുള്ള ലിവിങ് കോസ്റ്റ് കാണിക്കാനുള്ള ഒരു പ്രൂഫ് വേണം. എന്ന് വെച്ചാൽ നമ്മുടെ അക്കൗണ്ടിൽ അടുത്ത 12 മാസത്തേക്ക് ഇവിടെ ജീവിക്കാനുള്ള പൈസ ഉണ്ട്, ബാക്കപ്പ് ഉണ്ട് എന്ന് കാണിക്കണം. പിന്നെ വേറെ എന്താ വേണ്ട? പിന്നെ നമ്മളെ പാസ്പോർട്ട് വേണം. ഇത്രയും സാധനങ്ങളൊക്കെ മതി, വേറെ അങ്ങനെ അഡീഷണലി ഒന്നും വേണ്ട. അപ്പം ഇത്രയും സാധനങ്ങളുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ മൈഗ്രേഷൻസ് വർക്കേറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ട് നമുക്ക് എക്സ്റ്റൻഷൻ അല്ല, ജോബ് സീക്കിംഗ് വിസ അല്ലെങ്കിൽ പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ, അങ്ങനെ ഒരു വിസ ഉണ്ട്. അതിന് അപ്ലൈ ചെയ്യാം. അതിന് അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നമ്മൾ പ്രീവിയസ്ലി ഫസ്റ്റ് ടൈം വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോഴും വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ അപ്ലൈ ചെയ്തപ്പോഴും എന്നുവെച്ചാൽ സ്റ്റുഡൻറ്റ് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ അപ്ലൈ ചെയ്യില്ലേ സെക്കൻഡ് ഇയർ ആകുമ്പോൾ, അതിനൊക്കെ ചെയ്തതുപോലെ സെയിം പ്രൊസീജിയർ. കുറച്ചും കൂടെ അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇൻ കേസ് നിങ്ങൾ ഷെങ്കൻ ഏരിയയിൽ വേറെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ, വേറെ കൺട്രീസിലേക്ക് ട്രാവൽ ചെയ്തിട്ടുണ്ടോ, ഇവിടെ നിന്ന് ലാസ്റ്റ് 2 years, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഫിൽ ചെയ്തിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് വേഗം തന്നെ ബയോമെട്രിക്സിനുള്ള സ്ലോട്ട് എടുക്കണം. ഞാൻ അപ്ലൈ ചെയ്തത് ഒരു 1 week ബാക്കാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ ബയോമെട്രിക്സിൻ്റെ സ്ലോട്ടേ ഉണ്ടായില്ല. നവംബർ മിഡൊക്കെ ആകുമ്പോഴേ സ്ലോട്ട്സ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ ആകെ പാനിക്കായി. അപ്പം പക്ഷേ എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. ആ വെബ്സൈറ്റിൽ ഞാനിങ്ങനെ സ്ക്രോൾ ചെയ്ത് എപ്പോഴും ഞാനിങ്ങനെ റീഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ October 13th ഒരു മോർണിംഗ് സ്ലോട്ട് ഓപ്പൺ ആയിക്കൊണ്ടു. അപ്പോൾ ഞാൻ വേഗം ചാടിക്കറി അത് ബുക്ക് ചെയ്തു. ആക്ച്വലി October 9th ഉണ്ടായിരുന്നു. ഞാനത് ബുക്ക് ചെയ്യാൻ പോകുമ്പോഴത്തേക്ക് അത് ആരോ ബുക്ക് ചെയ്തു. അപ്പം 13th എനിക്ക് കിട്ടിയത്. അങ്ങനെയാണ് ഇപ്പോൾ ഇന്ന് നമ്മളെ ബയോമെട്രിക്സിൻ്റെ ഡേറ്റ് കിട്ടിയത്. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ ഇന്ന് പോകുമ്പോഴും നമ്മുടെ കയ്യിലുള്ള പാസ്പോർട്ട് കൊണ്ടുപോകുക, ഓൾറെഡി കയ്യിലുള്ള RP കാർഡ്, റെസിഡൻസ് പെർമിറ്റ് കൊണ്ടുപോകുക. വേണമെങ്കിൽ സ്വീഡിഷ് ഐഡി എടുത്ത് വെക്കുക, അവർ ചോദിക്കുകയൊന്നുമില്ല. അവിടെ പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കും, നമ്മൾ സൈൻ ചെയ്ത് കൊടുക്കും. നമ്മൾ ഹൈറ്റ് എടുക്കില്ല, ജസ്റ്റ് നമ്മൾ തമ്പ് എടുക്കുമെന്ന് തോന്നുന്നു, എന്തൊക്കെയോ എടുക്കും, മറന്നുപോയി. അപ്പം അങ്ങനെ അതിന് വേണ്ടിയിട്ടാണെന്ന് പോണത്. വേഗം നമുക്ക് ചായ ഉണ്ടാക്കി ചായ കുടിക്കാം. എന്നിട്ടെങ്കിൽ സ്കിൻ കെയർ ചെയ്യണം. ടൈം കുറച്ച്
ലേറ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചായ എടുത്തിട്ട് ഇങ്ങോട്ട് വന്നു. വേഗം നമുക്ക് സ്കിൻ കെയർ ചെയ്യാം. ഓൾസോ എനിക്ക് കിട്ടുന്ന വേറൊരു ക്വസ്റ്റൻ, ഞാൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും ഞാൻ താഴെ ലിങ്ക് ചെയ്യാവേ. അതിനെപ്പറ്റിയല്ല, എനിക്ക് കിട്ടുന്ന ഒരു വലിയൊരു ക്വസ്റ്റനായിരുന്നു. കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് തീസിസ് ഇപ്പോഴും ചെയ്യുന്നുണ്ടല്ലോ, പക്ഷേ ഗ്രാജുവേഷൻ ഓൾറെഡി കഴിഞ്ഞല്ലോ എന്നുള്ളത്. യെസ്, അത് വന്ന സമയത്ത് എനിക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമായിരുന്നു. നമുക്ക് ഒരിക്കലും തീസിസ് എക്സ്റ്റെൻഡ് ചെയ്യണം എന്നുള്ള പ്ലാന് തീസിസ് സ്റ്റാർട്ട് ചെയ്തതരില്ല, അതങ്ങനെ വന്ന് ഭവിച്ചതാണ്. പക്ഷേ എങ്ങനെയാണ് ഈ തീസിസ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നതും ഗ്രാജുവേഷൻ എന്ന് പറയുന്നതും കണക്റ്റഡ് ആവുന്നതെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. നമ്മളെ കോഴ്സ് ഇപ്പോൾ അറ്റ്ലീസ്റ്റ് എൻ്റെ കോഴ്സ് 120 ക്രെഡിറ്റ്സിൻ്റെ ആണ്. നമുക്ക് 4 സെമസ്റ്ററുകളാണ് വരുന്നത്. ആൻഡ് ഓരോ സെമസ്റ്ററും 30 ക്രെഡിറ്റ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് 3 സെമസ്റ്ററുകളിലും നമുക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റുകൾ ഓരോ സെമസ്റ്ററിലും 4 സബ്ജക്റ്റ് വരും. ഓരോ സബ്ജക്റ്റിനും 7.5 ക്രെഡിറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് 3 സെമസ്റ്റർ കഴിയുമ്പം 90 ക്രെഡിറ്റ്സ് ഉണ്ടാവും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 30 ക്രെഡിറ്റ്സ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് ആ 30 ക്രെഡിറ്റ്സിൻ്റെ ബേസിലാണ് ഞങ്ങളെ തീസിസ് വന്നിട്ടുണ്ടായിരുന്നത്. ചിലർക്ക് 60 ക്രെഡിറ്റ്സ് ഉള്ള 1 ഇയർ ലോങ് ആയിട്ടുള്ള തീസിസ് ഉണ്ടാവും. എൻ്റെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ കേസിൽ ഞങ്ങൾക്ക് 6 മന്ത്സ് ഉള്ള, അയ്യോ ഞാൻ പറഞ്ഞു തെറ്റിപ്പോയോ, അല്ല ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഞങ്ങൾക്ക് 6 മന്ത്സ് ഉള്ള 30 ക്രെഡിറ്റ്സ് ഉള്ള തീസിസ് ആയിരുന്നു. ചില ഡിപ്പാർട്ട്മെൻറ്റ്സിൽ 60 ക്രെഡിറ്റ്സ് ഉള്ള 1 ഇയർ ഡ്യൂറേഷനുള്ള തീസിസുകൾ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഈ തീസിസ് സ്റ്റാർട്ട് ചെയ്യാം. ഞങ്ങൾ തീസിസ് സ്റ്റാർട്ട് ചെയ്തത് ജനുവരി ഒരു 10-15 ആ ഒരു സമയമൊക്കെ ആകുമ്പോഴാണ്. ആ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ തീസിസ് രജിസ്റ്റർ ചെയ്യാമെന്ന് പറയും. എന്നാൽ ഡിലേ ആവുന്നവരും ഉണ്ട് കേട്ടോ, പേപ്പറിലൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരും ഉണ്ട്. ഒരു സമയത്തിൻ്റെ മുന്നേ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഞാൻ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു മാർച്ച് എത്രയോ ഡേറ്റിനുള്ളിൽ നമ്മൾ മാർച്ചാണോ ഫെബ്രുവരി ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല, രജിസ്റ്റർ ചെയ്യണം എന്നാണ്. അങ്ങനെ നമ്മൾ രജിസ്റ്റർ ചെയ്താൽ നമുക്ക് ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ വർഷത്തെ നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും ചെയ്യുന്ന ഗ്രാജുവേഷൻ സെറിമണി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ തീസിസ് കംപ്ലീറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഡിഫെൻസ് കഴിയണം എന്ന് നിർബന്ധമില്ല. ജസ്റ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്താൽ മാത്രം മതി. രജിസ്റ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ തോന്നിയ പോലെ പോയിട്ട് രജിസ്റ്റർ ചെയ്യാല്ല കേട്ടോ. നമ്മളൊരു തീസിസ് ടോപ്പിക് ഫൈനലൈസ് ചെയ്തിട്ട് നമുക്കൊരു സൂപ്പർവൈസറും എക്സാമിനറും ഒക്കെ ആയിട്ട് ഗോൾ ഡോക്യുമെൻ്റ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ട് അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ഒരു വീഡിയോയിൽ പറയാം. അതെല്ലാം കഴിഞ്ഞാൽ മാത്രമാണ് നമ്മൾ തീസിസ് രജിസ്റ്റേർഡ് ഇൻ ലാഡോക് എന്നുള്ള ഒരു എന്താ പറയുക ഒരു ടാഗിലേക്ക് മാറുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു എനിക്ക് വാക്കൊന്നും കിട്ടുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെ ആയിരിക്കണം, നമ്മൾ രജിസ്റ്റേർഡ് ആയിരിക്കണം തീസിസ്. ഇൻ കേസ് നിങ്ങളെ തീസിസ് ഇപ്പം ഇവർ പറഞ്ഞ ആ ഡേറ്റിൻ്റെ മുന്നേ രജിസ്റ്റർ ആയിട്ടില്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ വർഷത്തെ ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അതല്ല, നിങ്ങൾക്ക് ഇപ്പോൾ മിനിമം ക്രെഡിറ്റ്സ് റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുന്നില്ലെങ്കിലും നിങ്ങൾക്ക് ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം എൻ്റെ കേസിൽ എനിക്ക് ബാക്കി എല്ലാ കോഴ്സും എൻ്റെത് കംപ്ലീറ്റഡ് ആയിരുന്നു. എന്നുവെച്ചാൽ കഴിഞ്ഞ 3 സെമസ്റ്ററുള്ള എല്ലാ കോഴ്സുകളും ഞാൻ പാസ്സായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കംപ്ലീറ്റഡ് ആയിരുന്നു. ആൻഡ് തീസിസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഗ്രാജുവേഷൻ അറ്റൻഡ് ചെയ്യുന്നതിന് വേറെ എന്താ പറയുക, വേറെ പ്രശ്നങ്ങളോ തടസ്സങ്ങളോ അങ്ങനത്തെ ഒന്നും ഉണ്ടായില്ല. പിന്നെ തീസിസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഞാൻ സജസ്റ്റ് ചെയ്യുമോ, എന്തിനാ തീസിസ് എക്സ്റ്റെൻഡ് ചെയ്തതെന്നൊക്കെ ചോദിച്ചാൽ അതിന് ഞാൻ എന്തിനാന്ന് ഞാനുള്ള ഓൾറെഡി പറഞ്ഞല്ലോ. എൻ്റെ കൂടെയുള്ള കുട്ടിക്ക് ഒരു അത്യാവശ്യം വന്നതുകൊണ്ട്, ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം വന്നതുകൊണ്ടാണ് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നത്. തീസിസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സജസ്റ്റ് ചെയ്യാമെന്ന് ചോദിച്ചാൽ അത് ആരും സജസ്റ്റ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമല്ല. നിങ്ങളൊരു പോയിന്റ് എത്തുമ്പം ഇപ്പം ഞങ്ങളുടെ കേസിൽ ഒരു മെയ് ഒക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾക്ക് അതിൻ്റെ ഇടയിലാണ് നമുക്കൊരു ബ്രേക്ക് വന്നത്. നമ്മളോട് എനിക്ക് 2 സൂപ്പർവൈസേഴ്സ് ഉണ്ടായിരുന്നു, മെയിൻ സൂപ്പർവൈസറും കോ സൂപ്പർവൈസറും. നമ്മളോട് ചോദിച്ചു എന്തായാലും ഇത് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരുമല്ലോ, അപ്പം എക്സ്റ്റൻഷനുള്ള ഫോംസ് ഒക്കെ ഫില്ല് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ സൂപ്പർവൈസർക്ക് അത് നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യണം എന്ന് തോന്നുകയാണ്. നമ്മളൊരു ക്വാളിറ്റി വർക്ക് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ജൂണിൽ നമ്മളെ വിസ തീരുന്നതിൻ്റെ മുന്നേ അത് തീരില്ല എന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവർ നമ്മളോട് പറയും. അല്ലാണ്ട് നമുക്ക് തോന്നിയ പോലെ എന്തായാലും ഞാൻ 4 മാസം വർക്ക് ചെയ്യണില്ല, ഞാനത് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യാം, അങ്ങനെ പറയാൻ പറ്റില്ല. ഒരു വാലിഡ് റീസൺ ഉണ്ടായിരിക്കണം. അത് നമ്മളെ സൂപ്പർവൈസർ അപ്രൂവ് ചെയ്യണം, നമ്മൾ പ്രോഗ്രാം കോർഡിനേറ്റർ അപ്രൂവ് അല്ല, പുള്ളിക്കും അത് ബോധ്യപ്പെടണം. ഓക്കെ, ഇവർ കാര്യത്തിനാണ് ചെയ്യണതെന്ന്. അപ്പോൾ അങ്ങനെയാണ് ഞങ്ങളുടെ കേസിൽ നമ്മളെ തീസിസ് എക്സ്റ്റെൻഡ് ചെയ്യുക എന്നുള്ളൊരു ഓപ്ഷൻ വന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഡ്യൂറിങ് ദ സമ്മർ, ഈവൻ ദോ ഡ്യൂറിങ് ദ സമ്മർ നമ്മളെ ആ ഒരു എക്സ്റ്റൻഷൻ പീരീഡിൽ വന്നെങ്കിലും നമ്മൾ സമ്മറിൽ അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല, ഒരുപാട് വർക്ക് ചെയ്തിട്ടില്ല, കുറച്ച് വർക്ക് ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് വേറെ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടുന്ന് വാങ്ങിയതാണ്. ഇത് ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ, എനിക്ക് ഇവിടെ കുറച്ച് നെറ്റ് ഇങ്ങനെ കയറിയിട്ടുള്ളത്. ഇവിടെ ഞാൻ നോക്കിയോ, ഇതിങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഒരു ഇത് വരും, ഒരു ബ്ലാക്ക് കളർ ഒരു പൗഡറാണ്. പക്ഷെ അത്യാവശ്യം നമ്മളെ നെറ്റ് കവേർഡ് ആവും. അപ്പോൾ ഇപ്പം നിങ്ങൾക്ക് ഇടുമ്പോൾ ഭയങ്കര എടുത്ത് നിൽക്കണ പോലെ ഫീൽ ചെയ്യും. പക്ഷെ അത് പെട്ടെന്ന് നമുക്കിങ്ങനെ ബ്രഷ് വെച്ചിട്ട് അല്ലെങ്കിൽ കോംബ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിങ്ങനെ ആക്കി കൊടുത്താൽ കുറച്ചും കൂടെ മുടിയുള്ള പോലെ ഫീൽ ചെയ്യും. കേട്ടോ കൊള്ളാമേ. എനിക്കിങ്ങനെ ഇതും പറഞ്ഞ് കഥയും പറഞ്ഞ് ഇരിക്കാൻ സമയമില്ല, എനിക്കിപ്പോൾ ഇറങ്ങണം. ഞാൻ എന്ത് കണ്ടിട്ടാണോ എന്തോ
അതങ്ങനെ നിൽക്കട്ടെ, നമുക്ക് മുടി കെട്ടുമ്പോൾ റെഡിയാക്കാം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെന്താ, ഓക്കെ. അപ്പം ഞാൻ വേഗം എൻ്റെ ലിപ്സ്റ്റിക്കും ഇതൊക്കെ ഇട്ടിട്ട് ബാക്കി കഥകൾ ഞാൻ വഴിയെ പറയാം. ഡ്രസ്സ് മാറട്ടെ, എന്നിട്ട് നമുക്ക് മുടി സമയം ഉണ്ടെങ്കിൽ മുടി ചെയ്യാം, ഇല്ലെങ്കിൽ വേഗം ഇറങ്ങാം. എനിക്ക് മുടി ഒന്ന് ഫ്രണ്ടിലൊന്ന് അയൺ ചെയ്തിടണമെന്നുണ്ട്, സമയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നണേ. അപ്പം എന്തായാലും വേഗം ഡ്രസ്സ് മാറി വരാം. ഓൺ ടൈം. ഞാൻ ഇതാണ് ഇട്ടത്. ഇതും ഞാൻ ടെമൂന്ന് കുറച്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്തിട്ടുള്ളതാണ്. ഒരു കാർഡിഗൻ ടോപ്പാണ്. ആൻഡ് കുറച്ച് ബോഡി മിസ്റ്റും കൂടെ അടിച്ചിട്ട് നമുക്ക് വേഗം ഇറങ്ങാം. ഞാൻ ഇറങ്ങി കേട്ടോ, അത്യാവശ്യം തണുപ്പുണ്ട്, അതുകൊണ്ട് ഞാൻ ഈ ജാക്കറ്റ് എടുത്തിട്ടു. പിന്നെ ഈ പാൻറ്റ് ഫുള്ള് എയർ ഹോൾസ് ഉള്ള പാൻറ്റാണ്, നമ്മളെ ബ്ലൂ ഡെനിം ആണ്. കുറച്ച് തണുക്കുണ്ട്. എന്താണെങ്കിലും ഞാൻ ഓൺ ടൈമാണ്. ഇനി ആ ബസ്സൊന്നും ക്യാൻസൽ ആവാണ്ടിരുന്നാൽ മതിയായിരുന്നു. ബസ് ക്യാൻസലായി എങ്ങനെ അങ്ങോട്ട് പോകേണ്ടതെന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇന്ന് ആ അപ്പോയിൻമെൻറ്റ് കിട്ടിയില്ലെങ്കിൽ, ഇന്ന് പോകാൻ പറ്റിയില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. അപ്പം ഐ ഹോപ്പ് ബസ്സൊന്നും ക്യാൻസൽ ആവില്ല. പുകയല്ല. ഓക്കെ. അപ്പം നമ്മൾ നേരത്തെ എന്തോ പറഞ്ഞു നിർത്തിയിരുന്നല്ലോ, തീസിൻ്റെ കാര്യം. തീസിസ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത് ഞാൻ റെക്കമെൻഡ് ചെയ്യുമെന്നുള്ളതാണ്. അതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നതല്ല, ഞാൻ പറഞ്ഞല്ലോ സൂപ്പർവൈസറാണ് അതിൻ്റെ ഫുൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ആൻഡ് ഇപ്പം നമുക്ക് കുറേ അതിൽ വർക്ക് ചെയ്യാനുണ്ട്, കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് വെച്ചാൽ ഡെഫിനറ്റ്ലി സൂപ്പർവൈസേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ സമ്മതിക്കും. ആൻഡ് ഞങ്ങളുടെ കേസിൽ ഞങ്ങളുടെ സൂപ്പർവൈസറിന് ഭയങ്കര താല്പര്യമായിരുന്നു ഞങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. കാരണം കുറച്ചും കൂടെ നമ്മളെ തീസിൻ്റെ സ്കോപ്പ് വലുതാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ. പക്ഷേ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്തപ്പോഴും ഞങ്ങളെ പ്ലാൻ സെപ്റ്റംബർ ഒക്കെ ആകുമ്പോഴത്തേക്ക്, സെപ്റ്റംബർ അല്ല, ഓഗസ്റ്റ് മിഡ് ആകുമ്പോഴത്തേക്ക് എന്തായാലും തീർക്കണം എന്നൊക്കെയായിരുന്നു. പക്ഷെ അതും നടന്നില്ല. നമ്മൾ കുറച്ച് പുഷ് ചെയ്തു, പക്ഷേ സൂപ്പർവൈസർ ലീവിലായിരുന്നു. അപ്പം അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നെഗറ്റീവ് സൈഡ് ഈ തീസിസ് എക്സ്റ്റൻഷൻ ഉണ്ട്. അപ്പോൾ കഴിയുന്നതും ഓൺ ടൈമിൽ തീസിസ് തീർക്കാനേ ഞാൻ റെക്കമെൻഡ് ചെയ്യുള്ളൂ. പിന്നെ ആകെ ഒരു പ്രോ സൈഡ് കിട്ടുക എന്ന് പറയുന്നത്, നമ്മൾ തീസിസൊക്കെ ഓൺ ടൈമിൽ വെച്ചു വെച്ചോ. അപ്പോൾ നമ്മൾ ജോബ് സീക്കിംഗ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം. 2025 ജൂൺ മുതൽ 2026 ജൂൺ വരെ ആയിരുന്നു വേണ്ടി വരിക. ഇതിപ്പോൾ ഞങ്ങൾക്ക് സ്റ്റുഡൻ്റായിട്ട് തന്നെ കുറച്ച് മാസം കൂടെ കിട്ടിയതുകൊണ്ട് ഇനി നമുക്ക് നവംബർ ടു നെക്സ്റ്റ് നവംബറാണ് ജോബ് സീക്കിങ്ങിന് അപ്ലൈ ചെയ്യാൻ പറ്റുക. അപ്പം ഒരു 3-4 മാസം അഡീഷണലി സ്വീഡനിൽ നിൽക്കാൻ പറ്റും എന്നുള്ളൊരു പ്രോ സൈഡ് മാത്രമാണ് ഇതിൽ വന്നിട്ടുള്ളത്. അതിൻ്റേതായിട്ടുള്ള നെഗറ്റീവ് സൈഡും ഉണ്ട്. നെഗറ്റീവാണ്, അത്രയും മാസത്തെ ലിവിങ് എക്സ്പെൻസ് നമ്മൾ കാണിക്കണം. ജോലി ഇവിടെ കിട്ടുമെന്ന് നമുക്ക് ഉറപ്പില്ല, കിട്ടുകയാണെങ്കിൽ എപ്പോൾ കിട്ടുമെന്ന് നമുക്ക് അറിയില്ല. അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. സോ അതാണ് തീസിസിൻ്റെ കാര്യം. അപ്പം നിങ്ങൾക്ക് ആ കൺഫ്യൂഷൻ മാറിയെന്ന് വിചാരിക്കണം, എങ്ങനെയാണ് തീസിസ് കഴിയാണ്ട് നിങ്ങൾ ഗ്രാജുവേറ്റ് ആയെന്നുള്ളത്. സോ ഗ്രാജുവേഷനോ തീസിസ് ഡിഫെൻസുമായിട്ട് യാതൊരു ബന്ധവുമില്ല. തീസിസ് രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ പോണത് നമ്മളെ നോറ ഫലാദനിലേക്കാണ് കേട്ടോ. നോറ ഫലാദൻ എന്നാണ് എനിക്ക് ബസ് എടുക്കേണ്ടത്. നോറ ഫലാദന് 170 ബസ്സാണ് എടുക്കേണ്ടത് മൈഗ്രേഷൻ ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടെ മാത്രമല്ല, മാൽമോയിൽ മാത്രമല്ല. അപ്പോൾ മാൽമോയിലേക്കാണ് ഞാൻ പോണത്. സ്ഥലത്തിൻ്റെ പേര് ഞാനിവിടെ കൊടുക്കാം കേട്ടോ, എനിക്കെപ്പോഴും അത് മറന്നു പോകും. അപ്പം അവിടെ മാത്രമല്ല, അല്ലാണ്ടും 1-2-3 ലൊക്കേഷൻസ്, 1-2-3 അല്ല, പല ലൊക്കേഷൻസും ഉണ്ട് ഇൻ സ്വീഡൻ. നമുക്ക് ഏറ്റവും അടുത്തുള്ളത് ഇതായതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് പോണത്. ഭാഗ്യത്തിന് ബസ് കിട്ടി, ബസ് മിസ്സായിട്ടില്ല. മിസ്സാവല്ല, ബസ് ക്യാൻസലായിട്ടില്ല. ഇനിയിപ്പം 40 മിനിറ്റ്സ് ഉണ്ട് കേട്ടോ. യൂഷ്വലി ഇത്ര സമയമില്ല എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പക്ഷേ ഇന്നിപ്പം 40 മിനിറ്റ്സാണ് കാണിക്കുന്നത് ആൽം ഗാർഡൻ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലേക്ക്. സോ ആരെങ്കിലും ഡൽഹിയിൽ താമസിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ബയോമെട്രിക്സിന് പോകണമെങ്കിൽ നിങ്ങൾ നോറ ഫലാദിൽ നിന്ന് 170 ബസ് എടുത്തിട്ട് ആൽം ഗാർഡൻ ഇറങ്ങിയിട്ട് കുറച്ചൊന്ന് ഫ്രണ്ടിലേക്ക് നടന്നാൽ മതി. മാൽമോ ആൽം ഗാർഡൻ ഇറങ്ങിയിട്ടോ. ഇനി ഇവിടെ നമ്മൾ ബസ് ഇവിടെ കൊണ്ട് നിർത്തി നമ്മൾ നേരെ ഫ്രണ്ടിലേക്കാണ് നടക്കുന്നത്. ഒരു 5 മിനിറ്റ്സ് ഇല്ല, നടക്കുമ്പോഴത്തേക്ക് ഇവരുടെ സെൻറ്റർ എത്തും, മൈഗ്രേഷൻ ഓഫീസിൻ്റെ സെൻറ്റർ എത്തും. സ്വീഡിഷ് ID കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വന്ന സമയത്ത് ഞാൻ പോയിട്ടുള്ളത്
അങ്ങനെ ആയിരിക്കില്ല അത് പറയുക, പക്ഷേ സ്പെല്ലിങ് ഞാനിവിടെ കൊടുക്കാം. ആ സ്ഥലത്താണ്. അത് വേറെ വഴിയാണ്, അതിവിടെ അല്ല. അപ്പം ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഇപ്പോൾ ബയോമെട്രിക്സ് കൊടുക്കാൻ വരുന്നത്. ഫസ്റ്റ് ടൈം സെക്കൻഡ് ഇയർ വിസയ്ക്ക് വെക്കാൻ വേണ്ടിയിട്ട് വന്നു. ആൻഡ് സെക്കൻഡ് ടൈം എൻ്റെ സ്റ്റുഡൻറ്റ് വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വന്നു. ഇപ്പം ഞാൻ വരുന്നത് ജോബ് സീക്കിംഗ് വിസേൻ്റെ ബയോമെട്രിക്സിന് വേണ്ടിയാണ്. സോ ഇത് 3rd ടൈമാണ്. 3 പ്രാവശ്യം വന്നിട്ടുള്ളത് ഇവിടെയാണ്. അപ്പം ഐ ഗെസ് ഇവിടെ തന്നെയാണ് എല്ലാവരും വരേണ്ടത് ബയോമെട്രിക്സ് എടുക്കാൻ വേണ്ടിയിട്ട്. മറ്റോടത്ത് സ്വീഡിഷ് ID കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുള്ളത്. ആൻഡ് റെസിഡൻസ് പെർമിറ്റ് കാർഡ് ആണെങ്കിലും നമ്മൾ അഡ്രസ്സിലേക്ക് ഷിപ്പ് ചെയ്യാണ് ചെയ്യുക. ഇവർ അയക്കും, പോസ്റ്റ് ഓഫീസ് വഴി ഇവർ അയക്കും. അപ്പോൾ പിന്നെ അത് കളക്ട് ചെയ്യാൻ എവിടെയും പോയി കളക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റെസിഡൻസ് പെർമിറ്റിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. പക്ഷേ സ്വീഡിഷ് ID നമ്മൾ പോയിട്ട് കളക്ട് ചെയ്യണമായിരുന്നു. സോ ഞാൻ മൈഗ്രേഷൻ ഓഫീസിലെത്തി. ഇതാണ് കേട്ടോ മൈഗ്രേഷൻ ഓഫീസ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് നമ്മൾ ടോക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളെ ടൈം സ്ലോട്ട് ബുക്ക് ചെയ്യാം. 9:55 ആയുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ അതേ കഴിഞ്ഞിറങ്ങി. 9:50 ആയിരുന്നു എൻ്റെ ടൈം സ്ലോട്ട്. കറക്റ്റ് 9:50 ആയപ്പം എൻ്റെ ബോർഡിൽ ഡിസ്പ്ലേ വന്നു എൻ്റെ പേര്. ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ്, ഭയങ്കര കൃത്യനിഷ്ഠതയുള്ള ആൾക്കാരാണ്. ഓൺ ടൈം എല്ലാം കഴിഞ്ഞു, ഒന്നും ഉണ്ടായില്ല. ജസ്റ്റ് നമ്മളെ ഫോട്ടോ എടുക്കും. നമ്മളെ ഒരു സ്ക്രീനിൻ്റെ മുന്നിൽ നിൽപ്പിച്ചിട്ട് നമ്മൾ ഫോട്ടോ എടുക്കും. പിന്നെ നമ്മളെ തമ്പ് ഓർ ഇൻഡെക്സ് ഫിംഗറിൻ്റെ കൂടെ സിഗ്നേച്ചറും കൂടെ വാങ്ങിക്കും. സിഗ്നേച്ചറും കൂടെ നമ്മൾ അവിടെ സൈൻ ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ ഡിജിറ്റലി ആണ് കേട്ടോ. അത് കഴിഞ്ഞ് 3 കാര്യങ്ങൾ ഡൺ. ഒരു 2 മിനിറ്റ്സ് എടുക്കും മാക്സിമം പോയാൽ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഇൻ കേസ് നിങ്ങൾ ഇപ്പം സെക്കൻഡ് ഇയർ വിസ എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ സ്റ്റുഡൻറ്റ് വിസ എക്സ്റ്റൻഷൻ, അതുമല്ല ജോബ് സീക്കിംഗ് വിസ, അങ്ങനെ എന്തിനെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ വിസയ്ക്ക് വെച്ചപാട് തന്നെ ബയോമെട്രിക്സ് അപ്ലിക്കേഷന് വേണ്ടിയിട്ടുള്ള സ്ലോട്ട് നോക്കുക. അല്ലാണ്ട് ഡിസിഷൻ വന്നതിന് ശേഷം ബയോമെട്രിക്സ് എടുക്കാൻ നിന്നാൽ ഒരുപാട് ലേറ്റാണ്. നേരെ മറിച്ച് നമ്മൾ ഡിസിഷൻ വരുന്നതിന് മുന്നേ നമ്മൾ ബയോമെട്രിക്സ് കഴിഞ്ഞാൽ വൺസ് ഡിസിഷൻ യെസ് എന്ന് പറഞ്ഞാൽ ഇൻ 10 days നമുക്ക് നമ്മളെ RP കാർഡ് കയ്യിൽ കിട്ടും. സോ എപ്പോഴും അത് ചെയ്യാം. ഫസ്റ്റ് ടൈം ഞാനത് ചെയ്തിട്ടുണ്ടായില്ല. അപ്പം ഞാൻ ഡിസിഷൻ വന്നതിന് ശേഷം ബയോമെട്രിക്സ് കിട്ടാൻ പിന്നെയും 1 മാസം എടുത്തു. ഞാൻ പറഞ്ഞില്ല, ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയ സമയത്ത് ബയോമെട്രിക്സിന് ഡേറ്റ്സ് ഉണ്ടായില്ല, ഒക്ടോബറിലും നവംബർ എൻഡ് വരെ. അപ്പം ഞാൻ ആകെ പെട്ടിരുന്നു. പിന്നെ ചിലപ്പോൾ ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ക്യാൻസൽ ചെയ്ത സ്ലോട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് കിട്ടും. ഇനി എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോട്ടെ. നേരത്തെ ഇറങ്ങിയ ബസ് സ്റ്റോപ്പിലേക്ക് തന്നെയാണ് നടക്കുന്നത്. ആൽം ഗാർഡൻ. ഇവിടുന്ന് എഗെയിൻ ഒരു 40 minutes റൂമിലെത്തിയിട്ട് കാണാം. തിരിച്ചെത്തി കേട്ടോ. റൂമിലെത്തിയില്ല. ഞാൻ നമ്മുടെ ഡൽഫീൻ്റെ ബാക്ക് സൈഡിൽ കൂടെ നടക്കുകയാണ്. ഇവിടെയൊക്കെ മരങ്ങളൊക്കെ യെല്ലോ കളർ ആയിട്ടുണ്ട്. നമ്മൾ ഫോൾ സീസൺ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു, പക്ഷേ അങ്ങനെ കംപ്ലീറ്റ്ലി യെല്ലോയിഷ് ഓറഞ്ചിലേക്കൊന്നും മാറിയില്ല. കുറേയൊക്കെ ഗ്രീനാണ് ഇപ്പോഴും, പക്ഷെ കുറേയൊക്കെ ഇപ്പോഴും യെല്ലോ ആണ്. സോ ഞാൻ അതെ റൂമിൽ തിരിച്ചെത്തി. ഇനിയിപ്പോൾ എനിക്ക് 1-2 വീഡിയോസ് പ്ലാൻ ചെയ്തതുണ്ട്. നമ്മളെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള, ഈ വർഷം അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ളതും അങ്ങനത്തെ കുറച്ച് വീഡിയോസ് ഞാൻ 1-2 പ്ലാൻ ചെയ്തത് ഇപ്പോൾ എടുക്കാമെന്ന് വിചാരിക്കാം. പക്ഷെ ഇവിടെ വെച്ചിട്ട് മുഖത്തേക്ക് ഒരു ലൈറ്റ്. ഓക്കെ, വേറെ എങ്ങോട്ടെങ്കിലും വെച്ചിട്ട് ഞാൻ വേഗം വീഡിയോ എടുക്കട്ടെ. ഇപ്പോൾ 12 മണിയായപ്പോഴത്തേക്ക് എൻ്റെ വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞു. 2 വീഡിയോസ് എടുത്തു ഈ വീക്ക് അപ്ലോഡ് ചെയ്യാനുള്ളത്. ഇനി എനിക്ക് വേഗം പോയിട്ട് ഫുഡ് കഴിക്കണം. എനിക്ക് വിശക്കുന്നു. രാവിലെ ഒന്നും കഴിക്കാണ്ടല്ലേ നമ്മൾ പോയത്. സോ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വേണം ജോലിക്ക് അപ്ലൈ ചെയ്യാൻ. യൂഷ്വലി ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒരു 2 hours അല്ലെങ്കിൽ 3 hours ഇരുന്നിട്ടാണ് ജോലിക്ക് അപ്ലൈ ചെയ്യാറ്. അപ്പം എന്താ വെച്ചാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ആ പരിപാടി അങ്ങോട്ട് കഴിയും. മാക്സിമം 5 to 7 ജോബ്സാണ് ഒരു ദിവസം അപ്ലൈ ചെയ്യാൻ പറ്റാറുള്ളത്. കാരണം ഓരോന്നിനും ചിലപ്പോൾ CV അതിനനുസരിച്ച് മാറ്റേണ്ടി വരും, അല്ലെങ്കിൽ പേഴ്സണൽ ലെറ്റർ അതിനനുസരിച്ച് മാറ്റേണ്ടി വരും. അപ്പോൾ കുറേ സമയം ഇരിക്കാൻ പറ്റില്ല, തലവേദന എടുക്കും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യാറ്. മേ ബി ഒക്ടോബർ എൻ്റെയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നമ്പർ ഇങ്ങനെ മെല്ലെ മെല്ലെ കൂട്ടാൻ പറ്റുന്നുണ്ടാവും. ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് അറ്റ് എ ടൈം ഒരു 2-3 അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇത് എന്താണിത് എന്നൊക്കെ തോന്നിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടെ ഒരു 7 വരെയൊക്കെ ഞാൻ എത്തിക്കും. ചില ദിവസം ഞാൻ 10 അപ്ലൈ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ഇതിൽ കൂടുതലൊക്കെ അപ്ലൈ ചെയ്യുന്നവരുണ്ടാവും കേട്ടോ. ഞാനിങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ തീസിസ് കഴിയട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഒക്ടോബറിലാണ് സത്യം പറയുകയാണെങ്കിൽ പ്രോപ്പർലി അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തത്. സെപ്റ്റംബറിൽ ഞാൻ കുറേ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒക്ടോബറിലാണ് ഇങ്ങനെ കുറേ എണ്ണം ബാക്ക് ടു ബാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യുന്നത്. അപ്പം ഞാൻ വേഗം പോയി ഫുഡ് കഴിക്കട്ടെ. എൻ്റെ കയ്യിൽ ഫുഡ് ഉണ്ട് കേട്ടോ. കുറച്ച് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചെമ്മീൻ ബിരിയാണിയും കുറച്ച് തൈരും കുറച്ച് അച്ചാറും കൂടി എടുത്തിട്ടുണ്ട്. ഇത് ഞാനിപ്പോൾ വരണ വഴിക്ക് വാങ്ങി വെച്ചിട്ടുള്ള ഒരു ഡ്രിങ്കാണ്, ലിച്ചി സ്പാർക്ലിംഗ്. അത് ഞാൻ എടുത്തിട്ടുണ്ട്.
ഓക്കെ, ഞാൻ എന്തോ ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചിരുന്നു. ജോബ് ഹണ്ടിങ്ങിൻ്റെ കാര്യം. ജോബ് ഹണ്ടിങ് ഇപ്പം എനിക്ക് ഒരു ലാസ്റ്റ് ഒരു 1-1.5 മാസമായിട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ പറയുന്നത്. ഞാൻ അതിൽ കൂടുതലായിട്ട് അപ്ലൈ ചെയ്തിട്ടില്ല. ആൻഡ് എഗെയിൻ സെപ്റ്റംബറിൽ ഞാൻ അങ്ങനെ ഒരുപാട് അപ്ലൈ ചെയ്തിട്ടില്ല, കുറച്ച് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമ്മൾ അപ്ലൈ ചെയ്യും, അവിടെ അങ്ങനെ റെസ്പോൺസ് മെയിൽ, ഇപ്പം റിജക്ഷൻ ആണെങ്കിൽ കൂടെ റെസ്പോൺസ് മെയിൽ കിട്ടുന്നത് കുറവാണ്. അതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ചിലർ ഗോസ്റ്റ് ചെയ്യുന്ന പോലെ അവർ റെസ്പോണ്ടേ ചെയ്യില്ല. നിങ്ങൾ ചിലതൊക്കെ ആണെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി ഇന്ന കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ ഈ റോളിന് ഫിറ്റല്ല, അല്ലെങ്കിൽ നിങ്ങളെക്കാളും ബെസ്റ്റ് കാൻഡിഡേറ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ അത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൽ വരും. ചിലത് അത് തരില്ല. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ അത്രയും സമയം എടുത്തിട്ടായിരിക്കും ഓരോ കവർ ലെറ്ററും അല്ലെങ്കിൽ പേഴ്സണൽ ലെറ്റർ നമ്മൾ എഴുതി അയക്കണത്. അപ്പോൾ അതിനൊരു റെസ്പോൺസ് കിട്ടാണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ലൈഫ് ആഫ്റ്റർ തീസിസ് എന്ന് പറയുമ്പോഴുള്ള മെയിൻ കാര്യം തന്നെ ജോബ് ഹണ്ടാണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്തെങ്കിലും നമുക്കൊന്ന് ലൈവ്ലി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ അതുകൊണ്ട് ഈ മന്ത്ലി പാസ് എടുത്തു. എനിക്ക് അങ്ങനെ ഇടയിൽ പോകാനുണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എന്നാലും പെട്ടെന്ന് ഇടയിൽ പോകണം തോന്നുകയാണെങ്കിൽ നമ്മൾ എപ്പോഴും ടിക്കറ്റ് ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്ത വരും. എന്ന് വെച്ചാൽ ബസ് ടിക്കറ്റ് ഇല്ലല്ലോ എന്ന്. ബസ് ടിക്കറ്റ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ എന്നാൽ പുറത്തിറങ്ങാം. ഞാൻ അങ്ങനെ ആയതുകൊണ്ട് കോഫി ഷോപ്പിലൊക്കെ പോയിട്ടിരിക്കാറുണ്ട്. പിന്നെ എന്തെങ്കിലും വോളണ്ടിയറിങ് ഉണ്ടെങ്കിൽ അതിന് പോകാം. പിന്നെ ഇങ്ങനത്തെ നമ്മളെ ഫീൽഡിലുള്ള എന്തെങ്കിലും വെബിനാറുകൾ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനൊക്കെ പോകാം. അപ്പോൾ അതൊക്കെയാണ് ലൈഫ് ആഫ്റ്റർ തീസിസ് നടക്കുന്നത്. പിന്നെ എൻ്റെ കേസിൽ ഞാൻ പാരലി ഇങ്ങനെ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എടുക്കാറുണ്ട്, ഞാൻ വരയ്ക്കാറുണ്ട്. അപ്പം അങ്ങനെ ഞാൻ കുറച്ചും കൂടെ എന്നെ തന്നെ ഒന്ന് എൻഗേജ്ഡ് ആക്കി വെക്കാൻ നോക്കാറുണ്ട്. കുറച്ച് മടുപ്പ് വരുന്ന ഫേസാണ്, അത്ര ഈസി ഫേസ് അല്ല. ആൻഡ് അതിൻ്റെ ഇടയിൽ നമ്മൾ പല കഴിഞ്ഞ സീനിയേഴ്സിൻ്റെ കഥകളൊക്കെ കേൾക്കും. ഇപ്പം ഞാൻ ലാസ്റ്റ് വീക്ക് കേട്ടിട്ടുള്ളതാണ്, കുറച്ച് പേരൊക്കെ നാട്ടിലോട്ട് തിരിച്ചു പോയി. അവരെ 1 ഇയർ ജോബ് ഹണ്ടിങ് പീരീഡ് കഴിഞ്ഞു. 1 ഇയർ ജോബ് ഹണ്ടിങ്ങിൻ്റെ ഇടയിൽ ജോലി കിട്ടിയിട്ടില്ല, അതുകൊണ്ട് നാട്ടിൽ പോയി. ചിലർക്ക് ജോലി കിട്ടി, കോഴ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ജോലി കിട്ടി. ചില കമ്പനിയിലൊക്കെ കമ്പനിയൊക്കെ ലേ ഓഫ് ചെയ്തിട്ടുണ്ട് ആൾക്കാരെ. അപ്പോൾ അങ്ങനത്തെ കുറേ കഥ കേൾക്കുമ്പോൾ നമുക്കൊരു ടെൻഷനല്ലേ. പിന്നെ ഇപ്പോൾ റീസെൻ്റ്ലി ചോദിക്കുന്ന പലതിലും അവർ സ്വീഡിഷ് ചോദിക്കുന്നുണ്ട്. ആൻഡ് കുറേ പേര് പറയണം അവരിപ്പോൾ ലോക്കൽസിനെ മാത്രമാണ് പ്രിഫർ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാണ്. എനിക്കങ്ങനെ പേഴ്സണൽ എക്സ്പീരിയൻസ് ഉള്ളത് സ്വീഡിഷ് നോക്കുന്നുണ്ട് എന്നുള്ളത് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം വന്ന സമയത്ത് ഞാൻ ചുമ്മാ ലിങ്ക്ഡിനിൽ നോക്കുമ്പോൾ മിക്കവാറും ഒന്നിൻ്റെ അടിയിലും സ്വീഡിഷ് അറിയണം എന്ന് അങ്ങനെ പറയുന്നുണ്ടായില്ല. പക്ഷെ ഇപ്പം കുറച്ചും കൂടെ സ്വീഡിഷ് അറിയെങ്കിൽ നല്ലതാണ് എന്നുള്ളതുണ്ട്. അപ്പം ഞാനൊരു കാൻഡിഡേറ്റ് ആയിട്ട് വരാണ്, അല്ലെങ്കിൽ സ്വീഡിഷ് അറിയുന്ന ഒരാൾ കാൻഡിഡേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി ആൾക്കാണല്ലോ പ്രിഫറൻസ് പോകും. അപ്പം അങ്ങനെ കുറച്ച് സ്ട്രഗിൾസ്, അതെനിക്ക് തോന്നുന്നു എല്ലാ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും ഉണ്ടാകുന്ന സ്ട്രഗിൾസ് തന്നെയായിരിക്കും. ഞാനിങ്ങനെ പറയുന്നത് ഇത് നിനക്ക് മാത്രമല്ല അങ്ങനെയൊന്നും ഫീൽ ചെയ്യണ്ട. ഞാൻ ഇവിടെ ഇപ്പം എൻ്റെ സിറ്റുവേഷനുള്ള കാര്യം പറഞ്ഞതേ ഉള്ളൂ. പിന്നെ സ്വീഡനിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്തായാലും വേഗം ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം 12:30 ആയിട്ടുണ്ട്. ഇനി ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു 2-3 മണിക്കൂർ സ്ട്രെയിറ്റ് ജോബ്സിന് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. സോ ബേസിക്കലി ഇതൊക്കെയാണ് ഒരു ദിവസം എൻ്റെ ലൈഫിലിപ്പോൾ നടക്കുന്നത്. ഭക്ഷണം കഴിക്കുക, ജോലിക്ക് അപ്ലൈ ചെയ്യുക, എന്തെങ്കിലും പുറത്ത് പോകാനുണ്ടെങ്കിൽ പുറത്ത് പോകുക. ഇന്നിപ്പോൾ പുറത്ത് പോയത് ബയോമെട്രിക്സിന് വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ ആരെയും കൂടെ പുറത്ത് പോകും, അങ്ങനെയൊക്കെ. സോ നിങ്ങൾക്ക് ബയോമെട്രിക്സിന് പോകേണ്ട കുറച്ച് ഐഡിയ ഒക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയിപ്പം വൈകുന്നേരമൊക്കെ ആയാൽ കുറച്ച് നേരം എന്തെങ്കിലും ഇരുന്ന് വരയ്ക്കും. അപ്പോൾ എന്താണെങ്കിലും ഞാനിപ്പം ജോബ് അപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടാക്കട്ടെ. കുറേ നേരമായി ഇപ്പം അപ്ലൈ ചെയ്യണം എന്ന് വിചാരിക്കണം. സോ അത് ചെയ്യട്ടെ. സോ സ്വീഡൻ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ചോദിച്ചോളൂ. ഞാൻ എന്തായാലും അതിൻ്റെയൊക്കെ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനിത് ചെയ്യട്ടെ. ബൈ.